എല്ലാവർക്കും നമസ്കാരം. നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു ഭക്തർക്ക് തുളസിമാലയും ദേവി ഉപാസകർക്ക് സ്ഫടികമാലയും പോലെ ശിവഭക്തർക്ക് പ്രധാനമാണ് രുദ്രാക്ഷം. രുദ്രാക്ഷം എന്നാൽ രുദ്രൻ്റെ അക്ഷം. രുദ്രം എന്നാൽ ശിവൻ. ശ്രീ പരമേശ്വരൻ്റെ നേത്രങ്ങളിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളികളാണ് രുദ്രാക്ഷങ്ങൾ ആയതെന്നാണ് വിശ്വാസം. ഇതിനിടയിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കുക. ഇനി വീഡിയോയിലേക്ക് പോകാം. ഓരോരുത്തരും അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് സ്വർണത്തിലോ വെള്ളിയിലോ രുദ്രാക്ഷം ധരിക്കുന്നു. വെറും ചരടിൽ കോർത്ത് രുദ്രാക്ഷം ധരിക്കുന്നവരും ഉണ്ട്. 1 മുതൽ 14 വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓരോ മുഖത്തിനും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്. വിധിപ്രകാരം രുദ്രാക്ഷം ധരിച്ചാൽ പാപം ശമിക്കുമെന്നും അതുവഴി ഏറെ ഗുണങ്ങൾ ലഭ്യമാകുമെന്നും ദൈവിക സാമീപ്യം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. രുദ്രാക്ഷം ധരിക്കുന്നവർ മത്സ്യമാംസാദികൾ കഴിക്കരുതെന്നാണ് പറയപ്പെടുന്നത്. ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 2 വിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും രുദ്രാക്ഷം ധരിച്ചു തുടങ്ങാം എങ്കിലും ഗ്രഹണം, വിഷു സംക്രമം, ഉത്തരായനം, ദക്ഷിണായനം എന്നീ ദിവസങ്ങളിൽ ധരിച്ചാൽ സമസ്ത പാപങ്ങളും ശമിക്കുമെന്നാണ് ആചാര്യാഭിപ്രായം. ശിവപ്രീതിക്കായി ധരിക്കുന്ന രുദ്രാക്ഷത്തിൽ നിന്നും ഔഷധ ഗുണവും ലഭ്യമാകുന്നു എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. രുദ്രാക്ഷമാല കഴുത്തിലണിഞ്ഞാൽ അർബുദം തുടങ്ങിയ രോഗങ്ങൾക്ക് പോലും ശമനം ഉണ്ടാകുമെന്നാണ് വൈദ്യശാസ്ത്രം കൽപ്പിക്കുന്നത്. കൂടാതെ വാതം, പിത്തം, കഫം തുടങ്ങി നിരവധി അവസ്ഥകൾക്കും രുദ്രാക്ഷം ഔഷധമാണെന്ന് ആയുർവേദം പറയുന്നു. ഇനിയും രുദ്രാക്ഷത്തിന് ഗുണങ്ങൾ ഏറെയാണ്. രുദ്രാക്ഷം വറുത്തു പൊടിച്ച് ആവർത്തിച്ച തൈലത്തിൽ ചേർത്ത് നാവിൽ പുരട്ടിയാൽ വാതം മൂലം സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. രുദ്രാക്ഷം, ഗോമൂത്രം, തുളസിനീര്, ബ്രഹ്മി എന്നിവയിൽ ചേർത്ത് വിരാമമുഹൂർത്തത്തിൽ കഴിക്കുന്നത് ബുദ്ധിശക്തി കൂട്ടാൻ നല്ലതാണ്. ഇനിയും തീർന്നില്ല. കണ്ടകാരി, തിപ്പലി എന്നിവയോടൊപ്പം രുദ്രാക്ഷം ചേർത്ത് കഷായമുണ്ടാക്കി കഴിച്ചാൽ ശ്വാസകോശ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.